എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യവും നിങ്ങളുടെ കുടലുമായിട്ട് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൃദയരോഗങ്ങൾ ഒക്കെ പൊതുവായിട്ട് കൊളസ്ട്രോൾ കൊണ്ടോ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടോ മാത്രമാണെന്ന് മിക്കവരും വിചാരിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ കുടലിൻ്റെ അകത്തുള്ള ബാക്ടീരിയകൾ ഇതിൽ നിശബ്ദവും ശക്തവുമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കുടലും ഹൃദയവും തമ്മിലുള്ള ബന്ധവും നിങ്ങളുടെ കുടലിലൂടെ ഹൃദയത്തെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ള കാര്യവും നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ പോയിൻ്റ്, കുടലിലെ ബാക്ടീരിയയും കൊളസ്ട്രോളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ കുടലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ അകത്ത് ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളുണ്ട്. ഇവ ഭക്ഷണം ദഹിപ്പിക്കാനും വിറ്റാമിനുകളുടെ ഉൽപ്പാദനത്തിനും നമ്മുടെ ശരീരത്തിനകത്തുള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഈ കുടലിലെ ഈ ബാക്ടീരിയകൾ നാരുകൾ അല്ലെങ്കിൽ ഫൈബറിനെ വിഘടിപ്പിച്ച് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകളായിട്ട് അതിൻ്റെ നിർമ്മാണം ഉണ്ടാക്കുന്നു. ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ ഇത് നിങ്ങളുടെ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ എന്ന് നമ്മൾ വിളിക്കുന്ന എന്ന് പറയപ്പെടുന്ന LDLൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. എന്നാൽ നിങ്ങൾ ജങ്ക് ഫുഡ്, പഞ്ചസാര എന്നിവയൊക്കെ കൂടുതൽ കഴിക്കുകയും നാരുകൾ അടങ്ങിയ ഭക്ഷണം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ബാക്ടീരിയകൾക്ക് പകരമായിട്ട് ഹാനികരമായിട്ടുള്ള ബാക്ടീരിയകളുടെ എണ്ണം വളരുകയും അവ ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും കൊളസ്ട്രോളിലേക്കും നമ്മളെ നയിക്കുകയും ക്രമേണ കൊറോണറി ആർട്ടറി ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിലെ ധമനികൾ തടിച്ച് ഓട്ടം കുറയാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അടുത്തത്, കുടലിലെ അണുബാധയും ഹൃദയരോഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും ശരിയല്ലാത്ത ഭക്ഷണ രീതികൾ, അതികഠിനമായിട്ടുള്ള ടെൻഷൻ, മദ്യപാനം എന്നിവയൊക്കെ കാരണം നിങ്ങളുടെ കുടലിൻ്റെ ആവരണത്തിന് ചില കോട്ടങ്ങൾ സംഭവിക്കും. ഇത് ലീക്കി കെട്ട് അഥവാ ചോർച്ചയുള്ള കുടലിന് കാരണമാവുകയും ചെയ്യും. ഇത് പല തരത്തിൽപ്പെട്ട വിഷവസ്തുക്കളെയും ബാക്ടീരിയകളുടെയും നിങ്ങളുടെ രക്തപ്രവാഹത്തിലേക്ക് ഡയറക്റ്റ്ലി കടത്തിവിടാൻ സഹായമാവുകയും ഇത് ക്രോണിക് ഇൻഫ്ലമേഷൻസിലേക്കും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിലേക്കൊക്കെ നയിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുക വഴി ഇത് രക്തക്കുഴലുകൾക്കും ഹൃദയത്തിൻ്റെ പേശികൾക്കും കേടുപാടുകൾ വരുത്തുകയും ഹൃദയാഘാതത്തിനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്പർ 3, TMAO എന്ന് പറയുന്ന ഒരു ഘടകവും ഹൃദയ സംബന്ധമായ അപകട സാധ്യതയും കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിലെ ചില കുടൽ ബാക്ടീരിയകൾ, വയറിനകത്തുള്ള ചില ബാക്ടീരിയകൾ റെഡ് മീറ്റും അതുപോലെ മുട്ട പോലെയുള്ള ഭക്ഷണങ്ങളുമായിട്ട് ചേർന്നിട്ട് TMAO അതെങ്കിൽ ട്രൈ മിഥൈലമൈൻ N ഓക്സൈഡ് എന്ന് പറയുന്ന സംയുക്തമായിട്ട് മാറ്റാറുണ്ട്. ഈ ഉയർന്ന തോതിലുള്ള TMAO അളവുകൾ രക്തധമനികൾക്ക് അടവുണ്ടാക്കുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുട്ടയോ മാംസമോ അല്ല ഇവിടെ പ്രധാനമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം അധികമായിട്ടുള്ള TMAO ഉൽപ്പാദിപ്പിക്കുന്നത് ഹാനികരമായിട്ടുള്ള ചില ബാക്ടീരിയകളാണ്. അപ്പോൾ ബാക്ടീരിയയുടെ സന്തുലനാവസ്ഥ വയറിനകത്ത് കൃത്യമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്ത പോയിൻ്റ്, നിങ്ങളുടെ കുടലിനെയും ഹൃദയത്തെയും എങ്ങനെ ഒരേപോലെ സംരക്ഷിക്കാം. ശക്തമായ ഹൃദയത്തിനായുള്ള ആരോഗ്യമുള്ള ദഹന വ്യവസ്ഥ അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ മോശമായാൽ ഹൃദയത്തിന് അത് ഹാനികരമാവും. അതിനായി കൂടുതൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഒക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക, ഈ മോര്, തൈര്, അച്ചാറ് പോലെയുള്ള അല്പം പുളിയുള്ള ഭക്ഷണങ്ങൾ മിതമായിട്ട് മാത്രം കഴിക്കുക. സംസ്കരിച്ച ഭക്ഷണങ്ങളോ അമിതമായിട്ടുള്ള പഞ്ചസാര, മദ്യം ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ ശ്വസന വ്യായാമങ്ങളിലൂടെയോ അല്ലെങ്കിൽ യോഗ പോലെയുള്ള വ്യായാമമുറകളിലൂടെയൊക്കെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം നിയന്ത്രിക്കുക. അല്ലെങ്കിൽ കുടലിൻ്റെ കോട്ടിങ്ങിന് ഹാനികരമാകുന്ന രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ പോലെയുള്ള പ്രശ്നങ്ങളെ ഒരു ശരിയായ ജലാംശം അകത്തേക്ക് സ്വീകരിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക വഴി ഗട്ടിൻ്റെ ഹെൽത്ത് സംരക്ഷിക്കുക. ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏറ്റവും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ആരോഗ്യമുള്ള കുടൽ ശക്തമായിട്ടുള്ള ഹൃദയം കെട്ടിപ്പടുക്കുന്നു. അവയെ പരസ്പര ബന്ധമില്ലാത്ത രണ്ട് അവയവങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല.
ഇതൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ഒരു സിസ്റ്റമാണ്. ഹൃദയാരോഗ്യ രംഗത്തിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ദഹനപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും നല്ല ദഹനം ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിന് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ശരിയായ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ശരിയായ വ്യായാമ വിശ്രമങ്ങളിലൂടെയും ഓപ്റ്റിമം ഹെൽത്ത് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.